സജി മഞ്ഞിക്കടമ്പലിന് പിന്നാലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ വീണ്ടും കൊഴിഞ്ഞുപോക്ക്. സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളികുന്നവും രാജിവെച്ചു. മോൻസ് ജോസഫ് MLA ഏകാധിപത്യത്തിൽ പ്രതിഷേധിച്ചാണ് സ്ഥാനമൊഴിയുന്നത് എന്നാണ് രാജിക്കത്തിലുള്ളത്. അതേസമയം PJ ജോസഫ് വിഭാഗത്തിൽ രാജി തുടരുന്നതിനിടെ കേരള കോൺഗ്രസ് എമ്മിലേക്ക് ആർക്കും കടന്നു വരാം എന്ന് ആവർത്തിച്ച് റോഷി അഗസ്റ്റിൻ. മികവുള്ള നേതാക്കളെ എന്നും സംരക്ഷിച്ചിട്ടുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് എമ്മെന്നും വാതിലുകൾ അടയില്ലെന്നും റോഷി അഗസ്റ്റിൻ. കേരള കോൺഗ്രസ് പാർട്ടിയിൽ ധാരാളം ഇടമുണ്ട് എന്ന് മാണി സാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നേതാക്കന്മാർക്ക് വളരാൻ സ്പേസ് ഉണ്ട്. സംഘടനാപരമായ മികവും നേതൃത്വം പുലർത്തിയവരെ സംരക്ഷിച്ചിട്ടുണ്ട്. അവരിലൂടെയാണ് ഈ പാർട്ടി മുന്നേറിയത്. ആഗ്രഹിച്ചാൽ അടയില്ലെന്ന് മാത്രമല്ല, ആഗ്രഹിച്ചാൽ ഏറെ ആൾക്കാർക്ക് വരാനും പ്രവേശിക്കുവാനും പ്രവർത്തിക്കുവാനും ഇടം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ടോബി, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ വിവരങ്ങൾ. SKN കൂടുതൽ പേർ രാജിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ സജീവമായി അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പ്രസാദ് ഉരുളികുന്നം എന്ന് പറയുന്നത്. അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു ജോസഫ് വിഭാഗത്തിന്. അദ്ദേഹം കൂടി രാജിവെച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം സജീദ് പറയുകയും ചെയ്തു, തനിക്കൊപ്പം ആരൊക്കെ ഉണ്ട് എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇന്ന് KM മാണിയുടെ ചരമദിനമാണ്. ഇന്ന് കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് സജി പോകും എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിനിടയിലാണ് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ജോസഫ് വിഭാഗത്തിന്റെ ഒരു മുതിർന്ന യുവ നേതാവ് എന്ന് പറയാവുന്ന പ്രസാദ് ഉരുളികുന്നം കൂടി രാജിവെച്ചിരിക്കുന്നത്. കൂടുതൽ ആളുകൾ വരും ദിവസങ്ങളിൽ രാജിവെക്കുമെന്നുള്ളൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് LDF-നൊപ്പം അല്ലെങ്കിൽ ജോസ് കെ മാണി വിഭാഗത്തിനൊപ്പം നിന്നിരുന്ന PM മാത്യു ഇപ്പോൾ സജീവമായി UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു. അങ്ങനെ കൊണ്ടും കൊടുത്തും കേരള കോൺഗ്രസുകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് കൂടുതൽ പ്രതികരണങ്ങൾ നേതാക്കളുടെ ഭാഗത്തു നിന്നും വന്നേക്കാം. അതിലേറ്റവും ആദ്യം വന്ന പ്രതികരണം എന്ന് പറയുന്നത് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഭാഗത്തു നിന്നാണ്. കേരള കോൺഗ്രസ് എമ്മിൽ ആർക്കും കടന്നു വരാം, അവർക്കുള്ള ഇടമുണ്ട്. അത് മാണി സാർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വാതിലുകളൊന്നും തന്നെ അടയുന്നില്ല. അവർക്ക് വേണ്ടി വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. ഏത് നേതാക്കൾക്കും പ്രവർത്തിക്കാനുള്ള ഒരു ഇടം കേരള കോൺഗ്രസിൽ ഉണ്ടാകുമെന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിനും പറഞ്ഞിട്ടുള്ളത്. എന്തായാലും സജീവ് മഞ്ഞക്കടമ്പിൽ അടക്കമുള്ളവർ എന്ത് നിലപാട് എടുക്കുന്നു എന്നത് അനുസരിച്ചായിരിക്കും കേരള കോൺഗ്രസ് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കൊണ്ടും കൊടുത്തും ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കേരള കോൺഗ്രസുകൾ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. Thank you, Toby Johnson.